കയ്യിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി 10ാമത്തെ ശ്ലോകം സ്രഗ്ധര വൃത്തത്തിലാണ്. പദ്ഭ്യാം ത്വം പത്മമാലി ചകിത ഇവ പുരാത് നിർഗതഃ പുരാൻ നിർഗതോ ധാവമാനഃ മ്ലേച്ഛ ഈശേന അനുയാതഃ മ്ലേച്ഛേഷേനനുയാതോ വധ സുകൃത വിഹീനേന ശൈലേ ന്യലൈഷീഃ സുപ്തേന അംഘ്രിയാ ഹതേന ദ്രുതമധ മുചുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്തഃ സുലളിതവപുഷാ തസ്ഥിഷേ ഭക്തിഭാജേ. ഈ ഒരു ശ്ലോകത്തിലാണ് മുചുകുന്ദന്റെ കഥ പറയുന്നത്. മുചുകുന്ദൻ ഇക്ഷ്വാകു വംശത്തിലെ മാന്ധാതാവ് എന്ന രാജാവിന്റെ മകനായിട്ട് ജനിച്ചു. വലിയ ഒരു പോരാളിയായിരുന്ന മുചുകുന്ദൻ ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ദേവലോകത്ത് ദേവന്മാരുടെ സേനാപതിയായിട്ട് കുറേ വർഷങ്ങൾ, ദേവവർഷം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദേവവർഷം തന്നെ നമുക്കിവിടെ ഒരു വർഷത്തിലധികമാണ്. ദേവന്മാരുടെ ഒരു ദിവസം നമുക്ക് 360 ദിവസങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വർഷം അവിടെ ദേവലോകത്ത് അവരുടെ സേനാപതിയായിട്ട് ഈ മുചുകുന്ദൻ അവരെ സഹായിച്ചു. അങ്ങനെ പിന്നീട് സുബ്രഹ്മണ്യൻ സേനാപതിയായി വന്നപ്പോൾ മുചുകുന്ദൻ തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടു. അപ്പോഴേക്കും സത്യത്തിൽ ഈ മുചുകുന്ദന്റെ ആ സമപ്രായക്കാരായിരുന്ന ആളുകളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി. ഇവിടെ കാലം ഒരുപാട് കഴിഞ്ഞിരുന്നു. അപ്പം മുചുകുന്ദനോട് എന്ത് വരമാണ് വേണ്ടത് എന്ന് ദേവന്മാർ ചോദിച്ചപ്പോ മുചുകുന്ദൻ പറഞ്ഞത്, ഇത്രയും കാലം ഞാൻ ഉറക്കമൊഴിച്ചും നിങ്ങളെ സംരക്ഷിച്ചു, അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം ഉണ്ടാവാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു. അതായത് ഒരു തടസ്സവുമില്ലാത്ത ഉറക്കം. അങ്ങനെ ഭൂമിയിൽ വന്ന് ഒരു ഗുഹയിലാണ് മുചുകുന്ദൻ ഉറങ്ങാനായിട്ട് തെരഞ്ഞെടുത്തത്. ഇത് കൂടാതെ തന്നെ ഒരു വരമുണ്ടായിരുന്നു. അതായത് തന്നെ ആരെങ്കിലും ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ അവരെ നോക്കുന്ന ക്ഷണത്തിൽ തന്നെ അവർ ഭസ്മമായി തീരും എന്ന ഒരു വരവും കൂടെ മുചുകുന്ദൻ ദേവന്മാരിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇതറിയാവുന്ന ഭഗവാൻ ഈ കാലയവനന് ഭഗവാൻ പരമശിവൻ കൊടുത്ത ഒരു വരമുണ്ട്, ഈ യാദവന്മാരുടെ കൈകൊണ്ട് വധിക്കപ്പെടില്ല എന്ന്. അപ്പോൾ ഒരിക്കലും ഭഗവാന് ഈ കാലയവനനെ കൊല്ലാൻ സാധിക്കില്ല. എന്നാൽ അവനെപ്പോലൊരു ദുഷ്ടൻ ഈ ലോകത്തിൽ ഇനി വെച്ചിരിക്കാൻ സാധ്യവുമല്ല. അങ്ങനെ ആ കാലയവനനെ കൊല്ലാൻ വേണ്ടിയാണ് ഭഗവാൻ ഇത്തരത്തിലൊരു നാടകം കളിച്ചത്. അതായത് നാരദനെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് ഭഗവാന്റെ മുന്നിലേക്ക് എത്തിച്ചത് ഭഗവാന്റെ ഒരു ലീലയായിരുന്നു. അപ്പൊ ഇനിയാണ് നമ്മൾ ഈ ശ്ലോകം കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. പത്മമാലി ത്വം, ഒരു താമരപ്പൂമാല അണിഞ്ഞ അവിടുന്ന്,
ചകിതഹ ഇവ, പേടിച്ചവനെ പോലെ, അയ്യോ ഈ 2 സൈന്യവും വന്ന് എന്നെ അങ്ങ് കൊന്നുകളയുമോ എന്ന് പേടിച്ചരണ്ടവനെ പോലെ അങ്ങോട്ട് അഭിനയിച്ചിട്ട് പുരാത്ത് നിർഗതഹ, ആ മധുരാപുരിയിൽ നിന്ന് പുറത്തു കടന്നിട്ട്, കാരണം മധുരയിലുള്ള തന്റെ സ്വജനങ്ങളെ മുഴുവൻ ഭഗവാൻ ദ്വാരകയിലേക്ക് മാറ്റിയിരുന്നു. അപ്പൊ ഇവിടെ ഭഗവാനും ബലരാമനും മാത്രമേ ഉള്ളൂ. അല്ലെ, ഇപ്പൊ ഭഗവാൻ മാത്രം ഓടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ മധുരാപുരിയിൽ നിന്ന് പുറത്തു കടന്നിട്ട് പദ്ഭ്യാം, കാൽനടയായിട്ട്, അതായത് ഒരു രഥം പോലും എടുക്കാതെ ധാവമാനഹ, അങ്ങനെ ഓടാൻ തുടങ്ങി. അയ്യോ എനിക്ക് പേടിയാവുന്നു എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് ഓടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? എന്തിനാണ് ഇങ്ങനെ ഓടിയത്? വധ സുഹൃത വിഹീനേന, ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരണം ഏൽക്കാൻ സുഹൃതം, അതിനു മാത്രമുള്ള സുഹൃതം ഇല്ലാത്ത, ഒപ്പം തന്നെ ഈ പരമശിവന്റെ ഒരു വരം കൂടെ ആ കാലയവനുണ്ട്. ഇതുകൊണ്ട് തന്നെ മ്ലേച്ഛേഷേന, മ്ലേച്ഛനായിട്ടുള്ള ആ യവനാൽ അനുയാതഃ, ഭഗവാൻ പിന്തുടരപ്പെട്ടു. ഭഗവാൻ മുമ്പിലോടുകയാണ്, ഈ കാലയവനൻ പുറകെ ഓടുകയാണ്. സൈന്യക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇത് കഴിഞ്ഞ് അങ്ങ് ശൈലേ ന്യലൈഷി, ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് പെട്ടെന്ന് അടുത്ത് കണ്ട ഒരു ഗുഹയിലേക്ക് കടന്നൊളിച്ചു. അപ്പൊ കാലയവനൻ പുറകെ വരുന്നുണ്ട്. കാലയവനന് തോന്നി അവിടെ ആ ഗുഹയിലാണ് ഭഗവാൻ പോയി ഒളിച്ചത് എന്ന്. അങ്ങനെ ഈ കാലയവനൻ ഈ ഗുഹയ്ക്കുള്ളിൽ കയറിയപ്പോൾ അവിടെ ഒരാൾ നല്ല സുന്ദരമായിട്ട് ഉറങ്ങുന്നത് കണ്ടു. അപ്പോ ഈ കാലയവനൻ വിചാരിച്ചത് തന്നെ പറ്റിക്കാൻ ഭഗവാനാണ് ഈ ഉറങ്ങുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ ഉറങ്ങുന്നത് ആ മുചുകുന്ദനായിരുന്നു. അങ്ങനെ സുപ്തേന, ഉറങ്ങി എന്ന് വിചാരിച്ച് ആ ഉറങ്ങിയ ആ എന്താ പറയാ ആ രൂപത്തെ, അത് ആരാണെന്ന് യവനൻ വിചാരിക്കുന്നത് ഭഗവാനാണെന്ന്, യഥാർത്ഥത്തിൽ അത് മുചുകുന്ദനാണ്. അപ്പൊ സുപ്തേന അംഘ്രിയാഹതേന, അപ്പം ഭഗവാനാണെന്ന് കരുതിയിട്ട് തന്റെ അംഘ്രി, തന്റെ കാലുകൊണ്ട്, ഹതേന ചവിട്ടി, ഭഗവാനാണ് ഉറങ്ങുന്നതെന്ന് വിചാരിച്ച് തന്റെ കാലുകൊണ്ട് ചവിട്ടി അങ്ങനെ എഴുന്നേറ്റ മുചുകുന്ദേന, മുചുകുന്ദനാൽ അസ്മിൻ അധ, ആ യവനൻ ദ്രുതം ഭസ്മീകൃതേ, അപ്പോൾ തന്നെ ഭസ്മീകരിക്കപ്പെട്ടു, അവൻ ദഹിച്ച് ചാരമായി പോയി. ഭക്തിഭാജെ, അങ്ങനെ ഇവൻ ചാരമായി, കാലയവനൻ ചാരമായതിനു ശേഷം ഭഗവാൻ ആ ഗുഹയിൽ തന്നെ ഉണ്ടായിരുന്നു, ഒളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ മുചുകുന്ദൻ കണ്ണു തുറന്ന് കാണുന്നത് ഭഗവാനെയാണ്. അങ്ങനെ ഭഗവാൻ ആരാണെന്ന് അറിയാവുന്ന മുചുകുന്ദൻ ഭക്തിഭാജെ, ഭക്തിശാലിയായിട്ടുള്ള അസ്മൈ ഭൂപായ ആ മുചുകുന്ദ രാജാവിന് സുലളിതവപുഷ, അത്യന്ത സുന്ദര ശരീരനായിട്ട് ഗുഹാന്തഹ, ആ ഗുഹയ്ക്കുള്ളിൽ തസ്ഥിഷേ, ഭഗവാൻ ദർശനം കൊടുത്തു. അപ്പൊ ഇവിടെ ജരാസന്ധന്റെ ആ ഒരു സൈന്യം വന്നു നിൽക്കുന്നു, അതൊരു ഭാഗത്ത്. ഇവിടെ കാലയവനന്റെ സൈന്യവും വന്നു നിൽക്കുന്നു. ഇതിനിടയിലാണ് ഭഗവാൻ വളരെ തന്ത്രപൂർവം തന്റെ സ്വജനങ്ങളെ മുഴുവൻ ദ്വാരകയിലേക്ക് മാറ്റിയത്. എന്നിട്ട് ഭഗവാൻ മാത്രം പുറത്തു കടന്നു. വെറും കാൽനട അതായത് ഒരു രഥം പോലെ എടുക്കാതെ ഭഗവാൻ കാലയവനനെ പേടിച്ചെന്ന പോലെ ഓടാൻ തുടങ്ങി. കാലയവനൻ ഇത് സത്യമാണ്, തന്നെ പേടിച്ചാണ് ഭഗവാൻ ഓടുന്നത് എന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ പുറകെ ഓട്ടം തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷനായതുപോലെ, അതായത് പിന്നെ കാണുന്നില്ല. അതിന് തൊട്ടപ്പുറത്താണ് ഒരു ഗുഹ. ആ ഗുഹയിലായിരുന്നു ഈ മുചുകുന്ദൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഭഗവാൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഈ കാലയവനൻ കാണുക തന്നെ കയറി. അങ്ങനെ ഈ കാലയവനനും ഉള്ളിൽ കയറി. കാണുന്നത് അവിടെ ഒരാൾ ഉറങ്ങുന്നതാണ്. അപ്പൊ കാലയവനൻ വിചാരിച്ചത് ഭഗവാനാണ് തന്നെ പറ്റിക്കാൻ ഉറങ്ങുന്നതെന്ന് വിചാരിച്ച് കാലുകൊണ്ടൊരു തട്ട് കൊടുത്തു. അങ്ങനെ തട്ട് കിട്ടി തന്റെ ഉറക്കം ഞെട്ടിയ ആ മുചുകുന്ദൻ കണ്ണു തുറന്നു നോക്കിയതും ആ കാലയവനൻ ഭസ്മമായിട്ട് വെറും ചാരമായി ഭസ്മമായി തീർന്നു.
പിന്നീട് ഈ മുചുകുന്ദൻ കാണുന്നത് ഭഗവാനെയാണ്. ഭഗവാൻ അതാണ് സുലളിത വപുഷ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ തന്നെ ആ മുചുകുന്ദന് ഭഗവാൻ ദർശനം കൊടുത്തു. ശ്ലോകം 10. പദ്ഭ്യാം ത്വം പദ്മമാലീ ചകിത ഇവ പുരാ നിർഗതോ ധാവമാനോ മ്ലേച്ഛേശേനാനുയാതോ വധ സുകൃതവിഹീനേന ശൈലേന ലൈഷീ സുപ്തേനാഘ്ര്യാഹതേന ദ്രുതമധ മുജുകുന്ദേന ഭസ്മീകൃതേസ്മിൻ ഭൂപായാസ്മൈ ഗുഹാന്ത സുലളിതവപുഷാം തസ്ഥിഷേ ഭക്തിഭാജേ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ സജ്ജനങ്ങളെയും ഗുരുക്കന്മാരെയും പൂർവികരെയൊക്കെ സ്മരിക്കണം. ഭട്ടതിരിപ്പാടിനെ സ്മരിക്കുന്നു, വ്യാസനെ സ്മരിക്കുന്നു. നമ്മൾ ദശകം 77 ശ്ലോകം 10. ഭഗവാന്റെ ലീലകൾ രസകരവും അത്ഭുതകരവും ആണ്. ഇവിടെ സ്വജനങ്ങളെ മുഴുവൻ യോഗശക്തി കൊണ്ട് കുശസ്ഥലി എന്ന് പേരുകെട്ട സ്ഥലത്ത് സമുദ്രത്തിൽ നിന്നും സ്ഥലം വീണ്ടെടുത്ത് വരുണനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സ്ഥലം വീണ്ടെടുത്ത് വിശ്വകർമാവിനെ കൊണ്ട് ദ്വാരകാപുരി നിർമ്മിപ്പിച്ച് തൻ്റെ ജനങ്ങളെയൊക്കെ മാറ്റി പതുക്കെ നല്ലൊരു താമരമാലയൊക്കെ കഴുത്തിലിട്ട് വളരെ സാവധാനത്തിൽ മധുരാപുരിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഭഗവാൻ. ആ വരണ സമയത്താണ് കാലയവനം കാണുന്നത്. മ്ലേച്ഛൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ളതായ പരദേശത്തുള്ളതായ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാരെയൊക്കെ മ്ലേച്ഛൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കാറുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. കാലയവനെ കണ്ട് ഭയപ്പെട്ട് എന്ന പോലെ രസകരമായ അഭിനയമാണ് ഭഗവാന്റെ. ലോകത്തിലെ ഏറ്റവും വലിയ അഭിനേതാവാണ് ഭഗവാൻ. ഭയപ്പെട്ട് എന്ന പോലെ അവിടുന്ന് ഓടുകയാണ്, രക്ഷപ്പെടാൻ എന്ന പോലെ. ആ ഭഗവാനെ പിന്തുടരുകയാണ് കാലയവനൻ വധിക്കാനായിക്കൊണ്ട്. കാരണം ഛായ കൊണ്ട് മനസ്സിലായി, നാരദ മഹർഷി ഭഗവാന്റെ രൂപം വർണ്ണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഭഗവാനെ കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത്. അതുകൊണ്ട് പിന്നാലെ ഓടുകയാണ് കാലയവനൻ. സൈന്യങ്ങളൊക്കെ അവിടെയുണ്ട്. അങ്ങനെ ഓടി 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 ഒരു പർവ്വതത്തിൽ ചെന്ന് കയറുകയാണ് ഭഗവാൻ. അവിടെ ഒരു ഗുഹയിൽ ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിരിക്കുന്ന മാന്ധാതാവിൻ്റെ മകനായിരിക്കുന്നതായ മുചുകുന്ദ ചക്രവർത്തി ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായി സുഷുപ്തിയിലാണ് അവിടെ. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരുടെ കൂടെ കൂടി അസുരന്മാരെ തോൽപ്പിക്കുന്നതിൽ പങ്കെടുത്ത മഹാരാജാവാണ് മുചുകുന്ദൻ. സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി സേനാനായകൻ ആവുന്നതിന് മുമ്പ് എന്നൊക്കെ പറയും ഇതൊക്കെ. അന്ന് നാരദ മഹർഷി ചോദിക്കുന്നുണ്ട് എന്ത് വരം വേണമെന്നുള്ളത്. അപ്പം പറഞ്ഞു ദീർഘ സുഷുപ്തി വേണമെന്ന് പറഞ്ഞപ്പോൾ വരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആരെങ്കിലും ആ ഉറക്കത്തിൽ നിന്ന് നിങ്ങളെ ഉണർത്തുകയാണെങ്കിൽ ആ ഉണർത്തുന്ന ആൾ നിങ്ങളുടെ നേത്രാഗ്നിയിൽ ഭസ്മമായി തീരുന്നുള്ളൊരു അനുഗ്രഹവും കൂടി ഇന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഭഗവാൻ അറിയാം. തൻ്റെ കൈകൊണ്ട് മരിക്കാൻ യോഗമില്ലാത്തതായ കാലയവനെ ഇല്ലാതാക്കാനുള്ളൊരു മാർഗം, വേറൊരു മാർഗം ആണിതൊക്കെ. ഭഗവാൻ ഇങ്ങനെ മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നാലെ ഇങ്ങനെ കാലയവനും ഓടി ഓടി ഭഗവാൻ ആ പർവ്വതത്തിൽ ചെന്ന് കയറി. ആ മുചുകുന്ദ ചക്രവർത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് പറയുക വ്യാഖ്യാതാക്കൾ. ഉറങ്ങുന്ന ഗുഹയിൽ കയറി തൻ്റെ മഞ്ഞപ്പട്ട് അയച്ച് ആ മുചുകുന്ദൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു എന്ന് പറയും. എന്നിട്ട് അവിടെ സ്വതവേ തന്നെ നീലനിറാണ്. അപ്പോൾ അവിടെ ഇരുട്ടുമാണ്. അതുകൊണ്ടൊരു ഭാഗത്തേക്ക് ഒളിഞ്ഞു മാറി നിന്നു ഭഗവാൻ. ഈ സമയത്താണ് ഭഗവാനെ കണ്ടില്ല. കയറി വന്നതായ മുചുകുന്ദ ചക്രവർത്തി ഈ മഞ്ഞപ്പട്ട് കിടക്കണ കണ്ട് ഒരാൾ കിടക്കണ കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചു പോയി. ഇത് ആരാണെന്നറിയില്ല, ഭഗവാൻ തന്നെയാണ്, ശ്രീകൃഷ്ണൻ തന്നെ ആണോ എന്നറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ പാദം കൊണ്ട് ഒന്ന് ചവിട്ടി. ആ ചവിട്ടേറ്റതായ
ആ ഉറങ്ങുന്ന മുചുകുന്ദ ചക്രവർത്തി കണ്ണുകൾ തുറന്നു നോക്കി. നോക്കിയപ്പോൾ ആ നേത്രാഗ്നിയിൽ ഈ കാലയവനൻ ഭസ്മമാവുകയാണ്. നോക്കൂ ലീലകൾ എങ്ങനെയാണ് പോണേന്നുള്ളത്. കാലയവനെ വധിപ്പിച്ച് അത് കഴിഞ്ഞ് നല്ല സുന്ദര രൂപത്തിൽ അതിഭക്തനായിരിക്കുന്ന മുചുകുന്ദ ചക്രവർത്തിക്ക് ദർശനം കൊടുത്തു. ഓരോ ഭക്തന്മാരെ തൻ്റെ ലീലകൾക്ക് നിമിത്തമാക്കുന്ന വിധം രസകരമാണ്. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ കയ്യിലെ ഉപകരണങ്ങളായി നിന്നുകൊണ്ട് ഭഗവത് ഭക്തി പ്രചരിപ്പിക്കാനും ഭഗവാന്റെ ആ മഹത്വം പ്രചരിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മളും ഭഗവാൻ അതിപ്രിയരായി തീരുകയാണ്. ഭഗവാൻ നമ്മളെ നിമിത്തമാക്കിക്കൊണ്ട് പലതും ചെയ്യിച്ചു എന്നും വരും. ഇതൊക്കെ നമ്മൾ ഓർക്കണം. അങ്ങനെ ഈ മുചുകുന്ദ ചക്രവർത്തിയെ നിമിത്തമാക്കിക്കൊണ്ട് കാലയവൻ്റെ വധം നടത്തി. അത് കഴിഞ്ഞ് അതിസുന്ദരമായ രൂപത്തിൽ മുചുകുന്ദ ചക്രവർത്തിക്ക് ദർശനവും കൊടുത്തു. കൊടുത്ത ശേഷം ഇനി എന്താണ് മുചുകുന്ദ ചക്രവർത്തിക്ക് എന്തു വരമാണ് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. രസകരമായ ലീലകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെ ഭഗവാൻ നിൽക്കുന്നു എന്നുള്ളൊരു ധാരണ പോലും നമുക്കുണ്ടാവും. നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഭഗവാൻ. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരിശരണം.